തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം ജ്ഞാനേഷ് കുമാറിനെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. രാജീവ് കുമാറിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡോക്ടർ വിവേക് ജോഷിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും നിയമിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് മറികടന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചത്. ഇതിന്റെ വിശദാംശങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് എന്ത് കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു? അതിനെ മറികടന്നാണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയൊക്കെ നിയമിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? മോദി, ഗുഡ് മോർണിംഗ്. ഈ ഫെബ്രുവരി 19 തീയതി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാദം സുപ്രീം കോടതി കേൾക്കാൻ നിൽക്കുന്നുണ്ട്. അതുവരെയെങ്കിലും കാത്തിരിക്കണം. ഈ യോഗം ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആ യോഗം അത് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഈ നിയമനത്തിനോടും ഈ യോഗത്തിനോടും എല്ലാം തന്നെ വിയോജിച്ചതും. അദ്ദേഹം ആ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള ആ ലിസ്റ്റ് പോലും കാണാൻ തയ്യാറായിരുന്നില്ല. മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് അത് അമിത്ഷായും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നതിന് മുൻപാണ് നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗത്തിൽ ഉണ്ടായിരുന്നു, അതായത് ഈ സമിതിയിൽ ഉണ്ടായിരുന്നു. അത് മാറ്റി അവിടേക്ക് പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒപ്പം അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി ആ സമിതിയെ പുനരൂപീകരിച്ചത്. എന്തായാലും രാജ്യത്തിന്റെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഇപ്പോൾ ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചിരിക്കുകയാണ്. അദ്ദേഹം 1988 കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യയുടെ തന്നെ മുൻ കോർപ്പറേഷൻ സെക്രട്ടറി ആയിട്ടും പാർലമെന്ററി അഫയേഴ്സ് സെക്രട്ടറി ആയിട്ടും എല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1989 ഹരിയാന ബാച്ച് കേഡറാണ് ഇപ്പോൾ വിവേക് ജോഷി. അദ്ദേഹത്തെയും കൂടി അംഗമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായി നിയമിച്ചിരിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളിൽ 2 പേർ വിരമിച്ച സമയത്ത് അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത സമയത്ത് ആ സമയത്തായിരുന്നു പെട്ടെന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്താനും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി രാജീവ് കുമാറിനൊപ്പം ആ സമിതിയിലേക്ക് ഒരു അംഗമായി ജ്ഞാനേഷ് കുമാറിനെ കൂടി നിയമിച്ചത്. ഇപ്പോഴെന്തായാലും രാജീവ് കുമാറിന്റെ കാലാവധി പൂർത്തിയായിരിക്കുന്നു. ഇന്ന് അദ്ദേഹം വിരമിക്കുകയാണ്. ആ ഒഴിവിലേക്കാണ് രാജ്യത്തിന്റെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെയും ഒപ്പം തന്നെ സമിതിയിലെ അംഗമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമിതിയിലെ അംഗമായി ഡോക്ടർ വിവേക് ജോഷിയെയും നിയമിച്ചിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ എതിർത്തിരുന്ന നിയമനവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഈ ഫെബ്രുവരി 19 നടക്കുന്ന സുപ്രീം കോടതി വാദം, ആ വാദം പൂർത്തിയാകട്ടെ, അതുകൊണ്ട് ഈ യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ രാജീവ് കുമാർ വിരമിക്കുന്ന ഈ ദിവസം പുതിയൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്തായാലും ഇന്ത്യക്ക് ഉണ്ടാവുകയാണ്.